നമ്മളെ ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുമെന്നുള്ളതിൻ്റെ ഒരു രാഹുൽ ഗാന്ധി ഒരു ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചു. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. സ്റ്റേറ്റ് വൈഡായിട്ട് ഇങ്ങനെ നമ്മൾ പ്രചരണം നടത്തുക വീടുകൾക്ക്. ആദ്യത്തെ ഗ്യാരണ്ടി എന്ന് വെച്ചാൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്രയാണ്. സൗജന്യ യാത്ര ഫ്രീ. എവിടെ വേണമെങ്കിലും പോവാം. എവിടെ വേണമെങ്കിലും ടൂറ് പോവാം, തീർത്ഥാടനത്തിന് പോവാം, അമ്പലത്തിൽ പോവാം, എവിടെ വേണമെങ്കിലും പോവാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പെൺകുട്ടികൾ, കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് 1000 രൂപ മാസം ധനസഹായം കൊടുക്കുക. അവർ പഠിച്ച് നല്ല നിലയിലെത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. മൂന്നാമത് ചെറുപ്പക്കാർക്ക് സംരംഭം തുടങ്ങാൻ 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ തുടങ്ങുക. പിന്നെ ചികിത്സയുടെ കാര്യം അറിയാമല്ലോ, ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളല്ലേ. ചികിത്സാ ചെലവെന്ന് പറയുന്നത് താങ്ങാൻ പറ്റില്ലല്ലോ. ഒരു അപ്പർ ക്ലാസ് ഫാമിലിക്ക് പോലും താങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ്. പറയേണ്ട ആവശ്യമില്ല, നമ്മൾ ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഒരു ആരോഗ്യ ഇൻഷുറൻസ് കൊണ്ടുവരിക. ഇപ്പോഴുള്ള ചികിത്സാ ചെലവിന്റെ 1/3 അല്ലെങ്കിൽ 4/1 അത് കുറയും. അത് ഗവൺമെന്റ് തന്നെ കൊണ്ടുപോകണം. ഇൻഷുറൻസ് എല്ലാവരെയും ഇൻഷുറൻസ് സ്കീമിൽ പെടുത്തുകയാണ്. ഇപ്പം ചികിത്സ നമ്മൾ ഇപ്പോൾ ഉള്ളതിന്റെ 1/3 4/1 ചികിത്സാ ചെലവ് നമ്മുടെ കുറയും. പിന്നെയുള്ളത് പ്രായമായവർക്ക് പ്രത്യേക വകുപ്പൊക്കെ രൂപീകരിച്ച് അവർക്ക് ഈ ജെറിയാട്രിക് ഡിപ്പാർട്ട്മെന്റ് എല്ലാം ആശുപത്രിയിലൊക്കെ ചെയ്ത് പകൽ വീടൊക്കെ ചെയ്തിട്ടുള്ള ഈ 5 ഗ്യാരണ്ടിയാണ് ശരിയായിട്ടുള്ളത്. അതിനെക്കുറിച്ചൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിന്ന്. അപ്പോൾ അതൊന്ന് തന്ന് ചേട്ടൻ നിങ്ങൾ ഒരുമിച്ച് നിന്നു, കൈ പിടിച്ചിട്ട് ഒരുമിച്ച് തരും. കുടുംബമല്ലേ, പിടിച്ചോ. ഇതാണ് അപ്പോൾ നേരിട്ട് വന്ന് പറയാൻ വേണ്ടിയിട്ട്. അത് പിന്നെ ഇത് കഴിഞ്ഞിട്ട് കൊടുത്താണ്. ഇതാണ്. അപ്പൊ ശരിയപ്പ, സന്തോഷം എടാ. എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? കുറച്ച് നാളായി ഞാനിപ്പോ വോളണ്ടിയർ എടുത്തു പോന്നേക്കാണ്. കുഞ്ഞുങ്ങള് സ്കൂളിലായിരുന്നു. എനിക്കറിയാലോ, അതൊക്കെ എനിക്കറിയാലോ. പിന്നെ